കൊല്ലം മരുത്തടി ക്ഷേത്രോത്സവത്തിനിടെ ക്രൂരമർദ്ദനത്തിനിടെയായ വിദ്യാർത്ഥി മരിച്ചു. കുന്നത്തൂർ ഐവർകാല സ്വദേശി ഹരികൃഷ്ണനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ക്രൂരാക്രമണത്തെ തുടർന്ന് വിദ്യാർത്ഥിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. സൂര്യകായത്രി ഒരു ചേർന്നു. സൂര്യ, അങ്ങേയറ്റം അതിക്രൂരമായ മരണത്തിലേക്ക് തന്നെ നയിച്ചേക്കുമെന്ന് ഭീതി ഉണ്ടാക്കുന്ന വലിയ മർദ്ദനം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചോ? 2 പേർ പിടികൂടാനുണ്ടായിരുന്നു. അവർ എവിടെയാണെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ സൂര്യ? പ്രതികളെയും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. വിമൽ രാജ്, സനിൽകുമാർ, രതീഷ് കുമാർ, ഷാമിൽ രാജ്, സുനിൽകുമാർ, ഷിബിൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തോളമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹരികൃഷ്ണൻ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത് കുന്നത്തൂർ ഐവർകാല സ്വദേശി ഹരികൃഷ്ണനാണ് ഇത്തരത്തിൽ ക്രൂരമർദ്ദനം ഏറ്റിട്ടുണ്ടായിരുന്നത്. മരുത്തടി ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. അവിടെ തിരുവാഭരണ ഘോഷയാത്രക്കിടയിലാണ് തർക്കങ്ങൾ ആരംഭിക്കുന്നത്. ഈ ഘോഷയാത്ര കാണാൻ കഴിയാതെ മറഞ്ഞു നിന്നു, കാലിൽ ചവിട്ടി എന്നൊക്കെയുള്ള കാരണങ്ങളാൽ തുടങ്ങിയ തർക്കമാണ്. അത് പിന്നീട് ഹരികൃഷ്ണനെയും സഹോദരനെയും കൂട്ടിക്കൊണ്ടുപോയി സംഘം ചേർന്ന് ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. വലിയ മരത്തടി ഉപയോഗിച്ച് ഹരികൃഷ്ണനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിടിച്ചു മാറ്റാൻ പലരും ശ്രമിച്ചെങ്കിലും അത് അവർ ഒഴിഞ്ഞു പോകാതെ ഈ ഹരികൃഷ്ണനെ ഉൾപ്പെടെ അടിച്ച് അവശനാക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാരും മറ്റു ഒപ്പം ഉണ്ടായിരുന്നവരും ചേർന്നാണ് ഹരികൃഷ്ണനെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഹരികൃഷ്ണൻ എന്നുള്ളതാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നത്. ചികിത്സയിലായിരുന്നു, പക്ഷേ ഹരികൃഷ്ണന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിലവിൽ ഈ പ്രതി 6 പേരുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 6 പേരെയും പിടികൂടിയിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തുടർന്നുള്ള നടപടികളിലേക്ക് ശക്തികുളങ്ങര പോലീസ് പോയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു ചെറിയ കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഈ മരത്തടിയിലല്ല ഈ 18-കാരൻ്റെ വീട്. ഒരു ബന്ധുവീട്ടിൽ വന്ന കൂട്ടത്തിൽ ഉത്സവത്തിൽ വന്നാണ്. നമ്മളങ്ങനെ ചെയ്യുമല്ലോ. ഇപ്പോൾ വീട്ടിൽ പോകുമ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം ഉണ്ടെങ്കിൽ പോവില്ലേ? അങ്ങനെ പോയത് എങ്ങനെയാണ് ഇങ്ങനെ മരണത്തിലേക്ക് നയിച്ച വലിയ മർദ്ദനത്തിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും അറിവുണ്ടോ സൂര്യ? ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ഒരു സംഘം അത് വന്ന് ഇങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നു. അസഭ്യം പറഞ്ഞ് എത്തിയാണ് ആക്രമണം തുടങ്ങുന്നത് എന്നുള്ളതാണ് ഹരികൃഷ്ണനൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ തന്നെ പറയുന്നത്. അതിൽ അവർ പ്രകോപനമായിട്ട് പറയുന്നത് ഈ ഘോഷയാത്ര കാണാൻ കഴിയാതെ മറഞ്ഞു നിന്നു എന്നത് പറഞ്ഞും കാലിൽ ചവിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ തർക്കങ്ങൾ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ആ സമയം കഴിഞ്ഞതിന് ശേഷം ഇരുഭാഗവും പിരിഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് ഹരികൃഷ്ണനെ വിളിച്ചുകൊണ്ടുവന്ന ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് ഹരികൃഷ്ണനെയും സഹോദരനെയും വിളിച്ചുകൊണ്ടുവന്ന് സംഘം ചേർന്ന് അസഭ്യം പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. മറ്റ് വലിയ പ്രകോപനമൊന്നും ഉണ്ടായില്ല, തർക്കങ്ങളൊന്നും ഉണ്ടായില്ല. അതില്ലാതെയാണ് ഈ സംഘം വന്ന് ആക്രമിച്ചത് എന്നുള്ളതാണ് ഹരികൃഷ്ണനൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ തന്നെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പിടിച്ചു മാറ്റാൻ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകളടക്കം പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും അത് വഴങ്ങാതെ ഈ കുട്ടികളെ വലിയ അക്രമികൾ മർദ്ദിക്കുകയായിരുന്നു. മരത്തടി ഉപയോഗിച്ചാണ് ഹരികൃഷ്ണന്റെ തലയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഗുരുതരമായിട്ട് ഹരികൃഷ്ണനെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അവശനായി നിലത്ത് ഭയങ്കര മാരകമായ മർദ്ദനമാണ് ദൃശ്യ പ്രേക്ഷകർ കാണുന്നുണ്ട്. അത് എന്തോ ദൃശ്യം പറഞ്ഞ് നമ്മളിങ്ങനെ മുന്നിൽ നിന്നത് മാറട എന്ന് പറഞ്ഞാൽ മാറുന്ന ഒരു പ്രശ്നം സാധാരണ ഉണ്ടാവുന്നതാണ്. ഇത് അതിനാണ് ഈ പറയുന്ന മർദ്ദനം എന്നൊക്കെ പറയുന്നത്. അത് കൊലപാതകത്തിലേക്ക് എന്താണ് ഒരു മരണത്തിലേക്ക് നയിച്ചു. 18 വയസ്സുള്ള കുട്ടിയാണ്. ബന്ധുവീട്ടിൽ വന്നതാണ്. ബന്ധുവീട്ടിൽ വന്നപ്പോഴത്തേക്ക് അടുത്തുള്ള ക്ഷേത്രോത്സവത്തിന് വന്നതാണ്. എന്തൊക്കെയാണോ നടക്കുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.